ഇതൊക്കെ ഞാൻ വൈകിട്ട് എടുത്തിട്ട് വരാട്ടാ. ഇതൊക്കെ മതി. അങ്ങോട്ട് മാറി ഇതപ്പോ വേറെ കമ്പൗണ്ടർ വന്ന് പറഞ്ഞ് അവിടെ നിൽക്കരുത്. ഇവിടെ എന്നിട്ട് ഇതുവരെ ആരും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് നിലയുറപ്പിച്ചു. ഇവിടെ ഡോക്ടർ വെച്ച് ബാക്കി എല്ലാത്തിനും മുറ്റു ചാടയോ. പേര് വിളിക്കും. അയ്യോ പേര് വിളിക്കല്ലേ, കുട്ടി എന്നെ സുനിയേട്ടാന്ന് വിളിച്ചാ മതി. ഓ അതല്ല ഡോക്ടർ പേര് വിളിക്കുന്ന. ഓ അങ്ങനെ. ഈ അടുത്താണ് പേര് ഡീറ്റെയിൽസും പറഞ്ഞേ. 50 പൈസ 50 വയസ്സ്. വിഷരാജനോ? അങ്ങനെ പറഞ്ഞാ മതി. ഡോക്ടർക്ക് അറിയാം ഞങ്ങൾ തമ്മിൽ വർഷങ്ങളോട്ടുള്ള പരിചയമാണ്. ആ ശരി ശരി, അവിടെ മാറി നിൽക്കി, അവിടെ വിളിക്കും. ആ ഈ അടുത്താണ് വന്നേ. സുധാമണി പുണർദം. അയ്യോ എന്റെ പൊന്നു ചേച്ചി, ഇത് അമ്പലത്തിലെ വഴിപാടുകളൊന്നുമല്ല. പേര് വയസ്സ് മാറി. സോറി, അമ്പലത്തിൽ നിന്ന് നേരത്തെ പോരുവരുന്നേ, അതുകൊണ്ടാ. സുധാമണി 51 വയസ്സ്. സുധാമണി 51 വയസ്സ്. ആ അടുത്താണ്, ആ പേര് പറയൂ. മദനമോഹനൻ മേനോൻ 55 വയസ്സ്. ആ പേര് ഒന്നുകൂടെ പറയാവോ? മദനമോഹനൻ മേനോൻ. ഓ അതെങ്ങനെയാണ് എഴുതുന്നത്? എനിക്ക് വലിയ പിടിയൊന്നും ഇല്ലടി. നീ ഒരു കാര്യം ചെയ്യ്, മധുവണ്ണൻ അങ്ങ് എഴുതി വിടും. ശരി ശരി, ദാ അങ്ങോട്ട് മാറിയെന്നോ, അവിടെ വിളിക്കും. അയ്യോ അതെ ഡോക്ടർ എത്തി, എല്ലാവരും ഒതുങ്ങിയിരുന്നേ, വേഗം വേഗം വേഗം. ആദ്യത്തെ പേഷ്യന്റിനെ വിളിക്കൂ. സുനിൽകുമാർ. സുനിൽകുമാർ ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അങ്ങോട്ട് ഇരിക്കൂ. ആ പറ, എന്താ പ്രശ്നം? ഡോക്ടർ എനിക്ക് എല്ലാ ദിവസവും രാവിലെ പുട്ട് വേണം. ദാണ്ട കിടക്കുന്നു. പുട്ട് വേണമെങ്കിൽ ഒരു ഹോട്ടലിൽ പോയി കേറ്. എന്നാത്തിന് ഇങ്ങോട്ട് വലിച്ചു വന്നത്? അതല്ല ഡോക്ടറെ, നമ്മൾ ഈ പുട്ടിന്റെ തൊലി പൊളിച്ച് എവിടെ തിന്നുന്ന സാധനം. ആ അത് പഴമല്ലേ? അതിന് ആ അതെനിക്ക് വരൂല, ഞാൻ പയം എന്നാ പറയുന്നത്. അതിന് അപ്പൊ പഴത്തിന് നീ പഴം എന്നാണ് പറയുന്നത്. നീ വാഴപ്പഴം പുഴുങ്ങി എന്ന് പറഞ്ഞേ. വാഴപ്പഴം പുഴുങ്ങി. ആ ഇത് പ്രശ്നമാ. അയ്യോ എന്താ ഡോക്ടറെ, എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. വേണ്ടി വരും. ഓപ്പറേഷൻ ടങ് എന്നാണ് അതിന്റെ പേര്. ഇതാ ഇച്ചീത്ത സൂപ്പർ മാർക്കറ്റിൽ കാണിച്ചാൽ മതി. ഇത് നാക്ക് ഓടിക്കുന്ന സാധനല്ലേ? ഇതെന്റെ വീട്ടിൽ
ആയിരുന്നു. അന്നത്തെ വീട്ടിൽ വഴക്കുണ്ടാകുമ്പോ ഞാൻ മണ്ണെണ്ണ എടുത്ത് തലവഴി ഒഴിക്കും. അയ്യോ എന്നിട്ട് എന്തുവാ ഒരു ദിവസം എന്റെ അടവ് നൈസായിട്ടങ്ങ് പാടി. ഞാൻ മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചതും അച്ഛൻ തീപ്പെട്ടിക്കൊള്ളി ഒരുത്തോണ്ട് ഇനി വന്നു. എന്നിട്ട് കത്തിച്ചോ? കത്തിച്ചാ ഞാൻ അന്നേ അല്പമായി പോകത്തില്ലേ. ഞാനിറങ്ങി ഓടി 5 കിലോമീറ്റർ പുള്ളിയിലേക്ക് ഓടിച്ചത്. ഓടി ഓടി എന്റെ വായിക്കൂടെ പത വരെ വന്നു. ആ പത കണ്ട് ഏതോ ഒരുത്തം വിളിച്ചു പറഞ്ഞ് രാജൻ വിഷം അടിച്ചത് ആ വായിക്കൂടെ പത വരുന്നത്. അത് ഞാനൊരു ഐഡിയ ആക്കി. അന്ന് തൊട്ട് മണ്ണെണ്ണ മാറ്റി വിഷമാക്കി. ഈ മണ്ണെണ്ണയൊക്കെ ദേഹത്ത് വീണ മുടിയൊക്കെ കൊഴിഞ്ഞു പോത്തില്ലേ? മുടി മാത്രോ എന്റെ ദേഹത്തുള്ള സകല രോഗകൂപങ്ങളും കൊഴിഞ്ഞു പോയത്. നിങ്ങൾ നോക്കണം, ദേ ഈ പുരുക വരെ വിഗ്ഗ. അയ്യോ പുരുകത്തിന്റെ വിഗ്രഹം ആദ്യമായിട്ടാ കാണുന്നേ. അതൊക്കെ ഇരിക്കട്ടെ, ഇപ്പൊ വന്നെന്തിനാ? ഡോക്ടറെ വിഷം അടിച്ചിട്ട് വരുമ്പോ നിങ്ങൾ ഈ സോപ്പ് വെള്ളം വെച്ച് വയറ് വാഷ് ചെയ്യത്തില്ലേ? അങ്ങനെ വാഷ് ചെയ്ത് എനിക്ക് ഈ ബാർ സോപ്പ് കാണുമ്പോ ഒന്ന് തിന്നാൻ തോന്നുവാ. രാവിലെ വേണ്ടേ ഇത്രേശുള്ള 501 ബാർ സോപ്പ് തിന്നിട്ടാ ഞാൻ വന്നത്. എന്നിട്ട് വിഷം അങ്ങോട്ട് മാറത്തില്ലേ? ആ കാണുന്ന പലതിക്ക് പറയുന്നേ തനിക്ക് ആവശ്യമുള്ള വാസപ്പ് മേടിച്ചൊന്ന് തിന്ന്. എന്നിട്ട് എന്റെ പറ്റി എഴുതിക്കോളാൻ പറ. ഇനി മേല ഇതും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കില്ല. ഓ ഇത് ഏവനാണോ കളി കണ്ടത്? എക്സ്പ്രഷൻ. നമസ്കാരം സർ. ആ എന്താണ് അസുഖം? വേദനയാണ് സർ. മുട്ടുവേദനയാണോ? അല്ല സർ, മനോവേദന. മനുവിന് വേദനയാണെങ്കിൽ മനു അല്ലേ വരേണ്ടത്? എന്നിട്ട് അവനല്ലേ? മനു അല്ല സർ, മനോവേദന, മനസ്സിന്റെ വേദന. ഇത് വലിയ തലവേദന ആയല്ലോ. എന്നാത്തിനാണോ മനസ്സിൽ ഇത്ര വേദന? അറിയില്ല സർ, ഒരു കാര്യവും ഇല്ലാതെ ഒരു മനോവേദന. സാർ എന്തെങ്കിലും ഒരു മരുന്ന് തരണം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആദ്യം പോയി മനസ്സിന്റെ ഒരു എക്സ്റേ എടുത്തിട്ട് വാ. ഞാനൊന്ന് പഠിക്കട്ടെ. ശരി സാർ. അപ്പൊ വേദനയ്ക്ക് എന്തുകൊണ്ടാ ഫാർമസി ചെന്നാ മതി. പാരസിറ്റമോൾ ഉണ്ട്, അങ്ങോട്ട് ചെന്നോ. ശരി സാർ. അല്ല ഫാർമസി ചെന്നിട്ട് ആരുടെ ചിറ്റയുടെ മോളെ കാണാൻ പറഞ്ഞത്? അയ്യോ ആരുടെ ചിറ്റയുടെ മോളല്ല, പാരസിറ്റമോൾ. അതൊരു ഗുളികയാ. ഓ ശരി സാർ. ഓ ഇതിട്ട് പാരസിറ്റമോൾ അല്ല, പാറ്റാഗുളിയാ കൊടുക്കേണ്ടത്. വിളിക്കും സിസ്റ്ററെ. മധുവണ്ണനല്ലോ? മധുവണ്ണനല്ല, മദനമോഹനൻ മേനോൻ. ആ മധുവണ്ണൻ ഇപ്പൊ ഇരിക്കും. എന്താ അസുഖം? ഉറങ്ങുമ്പോൾ കണ്ണടയുന്നില്ല ടോട്ടൽ. അപ്പൊ ഉറക്കമില്ലാതെയാണോ പ്രശ്നം? ഉറക്കമൊക്കെ ഉണ്ട്, എപ്പോഴും ഉറക്കം. പക്ഷെ ഉറങ്ങുമ്പോഴും കണ്ണങ്ങ് തോന്നിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം റമ്മടിച്ചതിന് ശേഷം ഇങ്ങനെ. ഓ അത് ശരി, ഉറങ്ങുമ്പോ കണ്ണടയ്ക്കണം, അത്രയല്ലേ ഉള്ളൂ? അതെ അത്രയേ ഉള്ളൂ. ഇതങ്ങോട്ടൊക്കെ പിടി. എന്തിനാ സൂചി നോക്ക്? കണ്ണടയുന്നില്ലെങ്കിലേ പോലെ 2 പിടിച്ചു വെച്ചാൽ തയ്ക്കണോ? സിസ്റ്ററെ ഇന്ന് എന്റെ പുതിയ ചീട്ട് ഒന്നും എഴുതണ്ട. രാവിലെ കുറെ വിവരമില്ലാത്തവർ വന്ന് ഡോക്ടറുടെ ചീട്ട് കീറിയത് പറ. സ്റ്റേജ് മുഴുവൻ ചിരിയിൽ മുക്കിയ ഈ പന്നി പ്രകടനത്തിന് വലിയൊരു കൈയടി നൽകാം.